Good morning. An extension of Cauchy's integral formula. ഇനി നമുക്ക് Cauchy's integral formula ഒരു extension consider ചെയ്യാം. Let us use Cauchy integral formula to show the basic fact that complex analytic functions have derivatives of all orders. അല്ലേ? ഒരു complex analytic functionന് എല്ലാ ഓർഡറിലുള്ള derivatives exist ചെയ്യും. This is very surprising because it differs strikingly from the situation in real calculus. Indeed, if a real function is once differentiable, nothing follows about the existence of second or higher derivatives. Thus, in this respect, complex analytic functions behave much more simple than real functions which are once differentiable. These facts are well established by the following theorem known as Cauchy's integral formula for derivatives. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Cauchy's integral formula for derivatives ആണ്. Theorem. Let f be analytic in a simply connected domain D and let C be a simple closed contour lying entirely within D. അപ്പോൾ f എന്ന് പറയുന്നത് അനലിറ്റിക്കിൻ്റെ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി ആണ് ആൻഡ് സി എന്ന് പറയുന്നത് നമ്മളെ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡിനകത്ത് വരുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ് സി വിച്ച് ഇസ് ലൈങ് എൻറ്റയർലി വിത്തിൻ ഡി. ഇഫ് z നോട്ട് ഈസ് എനി പോയിന്റ് ഇൻറ്റീരിയർ ടു സി, സിനകത്ത് വരുന്ന ഏതോ ഒരു ആർബിട്രറി പോയിന്റ് ആണ് z നോട്ട്, ദെൻ ഫോർ n ഈക്വൽ ടു 1 2 3 എക്സെട്ര nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് z എക്സിസ്റ്റ് അല്ലേ. n ഈക്വൽ ടു 1 2 3 അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സെട്ര nth ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് അറ്റ് z നോട്ട് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2 pi i ഇൻറ്റു integral over c f of z by z minus z naught raised to n plus 1 dz ആണ്. അപ്പോൾ എഫിൻ്റെ nth ഡെറിവേറ്റീവ് ആയിട്ട് z നോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഗിവൺ ബൈ n ഫാക്ടോറിയൽ ബൈ 2 pi i ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ c f of z by z minus z naught raised to n plus 1 dz. So please note this formula. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻറ്റഗ്രൽ വാല്യൂ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു n പ്ലസ് 1 ഡി സെഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 pi i ഇൻറ്റു എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് ആയിട്ട് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ചെയ്താൽ മതി അല്ലേ. അതിനാണ് നമ്മൾ മെയിൻലി ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. പ്രൂഫ്. ഗിവൺ എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ഇൻ എ ഡൊമെയിൻ ഡി ആൻഡ് സെഡ് നോട്ട് ഇസ് എൻ എലമെന്റ് ഓഫ് ഡി. എഫ് ഒരു ഡൊമെയിനിൽ അനലിറ്റിക് എന്ന് തന്നിട്ടുണ്ട്, സെഡ് നോട്ട് ആ ഡൊമെയിനിൽ ഒരു പോയിന്റ് ആണെന്നും തന്നിട്ടുണ്ട്. Hence f of z is analytic at z naught അല്ലേ. f of z എന്ന് പറയുന്നത് z നോട്ടിലും അനലിറ്റിക് ആയിരിക്കും കാരണം ത്രൂ ഔട്ട് ആ ഡൊമെയിൻ എഫ് അനലിറ്റിക് ആണ്. ആൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് z നോട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോർമുല? ലിമിറ്റ് ഡെൽറ്റ z നോട്ട് ടെൻസ് ടു 0 എഫ് ഓഫ് z നോട്ട് പ്ലസ് ഡെൽറ്റ z നോട്ട് മൈനസ് എഫ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ z നോട്ട് ആണ്. Let C be any simple closed contour in D enclosing z naught and oriented in the counterclockwise direction. അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ ഡി ആണ്. സെഡ് നോട്ടിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. അതിന് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആണ് ഉള്ളത്. ലെറ്റ് ഡി ഡിനോട്ട് ദി സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം സെഡ് നോട്ട് ടു ദി പോയിന്റ്സ് സെഡ് ഓൺ സി. അപ്പം സിയിലുള്ള പോയിന്റ്സിലോട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഓൺ സിയിലുള്ള പോയിന്റ്സിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ഓൺ സി, അതായത് ഈ ബൗണ്ടറിയിലോട്ടുള്ള പോയിന്റ്സിലോട്ടുള്ള സെഡ് നോട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് നമ്മുടെ ഡി. ചൂസ് ഡെൽറ്റ സെഡ് നോട്ട് സഫിഷ്യൻ്റ്ലി സ്മോൾ സോ ദാറ്റ് 0 ലെസ് ദാൻ മോഡ്ലെസ് ഓഫ് ഡെൽറ്റ സെഡ് നോട്ട് ലെസ് ദാൻ ഡി. അപ്പോൾ നമ്മളൊരു ഡെൽറ്റ സെഡ് നോട്ട് ചൂസ് ചെയ്യാണ്. അത് വളരെ സ്മോൾ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് ഡെൽറ്റ സെഡ് നോട്ട് ലെസ് ദാൻ ഡി, സീറോൻ്റെയും ഡിൻ്റെ ഇടയിൽ വരുന്ന ഒരു വാല്യൂ. സോ ദാറ്റ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് എന്ന് പറയുന്നത് എവിടെ കിടക്കും? സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലൈസ് വിത്തിൻ സി. ഈ സെഡ് നോട്ട് ഡെൽറ്റ സെഡ് നോട്ട്, അപ്പോൾ സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് ഇവിടെ ഉണ്ടാവും. അതെന്ന് പറയുന്നത് നമ്മുടെ സീനകത്ത് വരുന്ന രീതിയിലാണ് ഡെൽറ്റ സെഡ് നോട്ട് ചൂസ് ചെയ്യുന്നത്.
Then by Cauchy's integral formula, you have f of z0 is equal to 1 by 2 pi I into integral over c f of z divided by z minus z0 dz ആണ്. And f of z0 plus delta z0 എന്തായിരിക്കും ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ 1 by 2 pi I into integral over c f of z divided by z minus z0 പകരം z0 plus delta z0 replace ചെയ്തു dz. Therefore, we can write f of z0 plus delta z0 minus f of z0 whole divided by delta z0 is equal to 1 by delta z0 into 1 by 2 pi I into integral over c f of z divided by. So, നമുക്ക് f of z0 plus delta z0 minus f of z0 by delta z0 എങ്ങനെ എഴുതാൻ പറ്റും? This is equal to 1 by delta z0 into 1 by 2 pi I into integral over c f of z by z minus z0 plus delta z0 dz minus 1 by 2 pi I into integral over c f of z by z minus z0 dz ആണ്. That is equal to 1 by 2 pi I into integral over c 1 by z minus z0 plus delta z0 minus 1 by z minus z0 into f of z by delta z0 dz ആണ് അല്ലേ? ഇത് നമ്മൾ കോമൺ ഔട്ട്സൈഡ് എടുത്തു. So this is equal to 1 by 2 pi I into integral f of z by z minus z0 minus delta z0 into z minus z0 dz. Therefore, f of z0 plus delta z0 minus f of z0 divided by delta z0 minus 1 by 2 pi I into integral over c f of z by z minus z0 whole square dz equal to 1 by 2 pi I into integral over c എന്താണ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാസ്റ്റ് നിങ്ങൾക്ക് അത് റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. നൗ ലെറ്റ് എം ബി ദി മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ് ഓൺ സി എടുത്തു. എം നമ്മുടെ മോഡ് എഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ ആണ് ഓൺ സി എടുത്തു. സിൻസ് മോഡ്ലെസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആൻഡ് മോഡ്ലെസ് ഓഫ് ഡെൽറ്റ സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ ഡി, we get modulus of z minus z0 minus delta z0 is equal to modulus of z minus z0 minus delta z0 which is greater than or equal to modulus of mod അത് നമ്മുടെ മോഡുലസിൻ്റെ പ്രോപ്പർട്ടിയാണ്. modulus of mod z minus z0 minus mod delta z0 which is greater than or equal to നമ്മൾ d വെച്ച് റീപ്ലേസ് ചെയ്തു minus mod delta z0 അത് greater than 0 ആണ്. കാരണം mod z0 ലെസ് ദാൻ d ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. Therefore, നമുക്ക് ഈ ഇനീക്വാളിറ്റി എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z0 ഇൻറ്റു എം ബൈ ഡി മൈനസ് മോഡ് ഡെൽറ്റ z0 ഇൻറ്റു ഡി സ്ക്വയർ കിട്ടും. ഇനി നമ്മൾ എൽ എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടൂറിൻ്റെ ലെങ്ത് ആണെങ്കിൽ ബൈ എം എൽ ഇനീക്വാളിറ്റി നമുക്കിതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്ലെസ് ഓഫ് ഡെൽറ്റ മോഡ്ലെസ് ഓഫ് ദിസ് ഇൻ്റഗ്രൽ വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്ലെസ് ഓഫ് ഡെൽറ്റ z0 ഇൻറ്റു എം എൽ ഡിവൈഡഡ് ബൈ ഡി മൈനസ് മോഡ് ഡെൽറ്റ z0 ഇൻറ്റു ഡി സ്ക്വയർ. Since right hand side of the above inequality tends to 0 as delta z0 tends to 0, ഇതിൽ നമ്മൾ delta z0 tends to 0 കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? It follows that limit delta z tends to 0 ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് കിട്ടും. സോ ഇക്വേഷൻ 1 and 2 കമ്പൈൻ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് f dash of z0 എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 f ഓഫ് z0 പ്ലസ് ഡെൽറ്റ z0 മൈനസ് f ഓഫ് z0 ബൈ ഡെൽറ്റ z0 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 by 2 pi I ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ c f ഓഫ് z by z മൈനസ് z0 ഹോൾ സ്ക്വയർ dz. Hence the result f has a derivative of order n at z equal to z0 എന്ന് നമുക്ക് പറയാം. ആർബിട്രറി f dash of z0 കിട്ടി. അപ്പോൾ ഇൻ ജനറൽ f raised to nth ഡെറിവേറ്റീവ് at z0 എന്തായിരിക്കും? ഇവിടെ n factorial by 2 pi I integral over c f of z by z minus z0 raised to n plus 1 dz ൽ n equal to z is true for n equal to 1 എന്നുള്ള കേസ് എടുക്കുക. n equal to 1 ആകുമ്പോഴല്ലേ f dash at z0 ഇട്ടത് നമുക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. Now let us assume അത് നമ്മൾ ഇൻഡക്ഷൻ യൂസ് ചെയ്താണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് n ഈക്വൽ ടു എമ്മിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ f ഹാസ് എ ഡെറിവേറ്റീവ് ഓഫ് ഓർഡർ m ഉണ്ടായിരിക്കും സാറ്റിസ്ഫൈങ് ദിസ് പെർട്ടിക്കുലർ കണ്ടീഷൻ. ഇനി നമ്മൾ എന്താണ് ഡെൽറ്റ z0 സഫിഷ്യൻ്റ്ലി സ്മോൾ ചൂസ് ചെയ്തു സിച്ച് ദാറ്റ് z പ്ലസ് z0 ലൈസ് വിത്തിൻ c എടുത്തു. എന്നിട്ട് f റേസ് ടു nth ഡെറിവേറ്റീവ് ആയിട്ട് z0 അപ്ലൈ ചെയ്തു ഫോർമുല. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് limit delta z0 tends to 0 this value എന്ന് പറയുന്നത് m plus 1 factorial by 2 pi I into integral over c f of z by z minus z0 raised to m plus 2 dz ആണ്.
പക്ഷെ ദിസ് വാല്യൂ ഇസ് ആക്ച്വലി എഫ് റേസ് ടു എം പ്ലസ് വൺത്ത് ഡെറിവേറ്റീവ് ഓഫ് സെഡ് നോട്ട് ആണ് അല്ലേ. എഫിൻ്റെ എം പ്ലസ് വൺത്ത് ഡെറിവേറ്റീവ് ഓഫ് സെഡ് നോട്ട് അല്ലേ ലിമിറ്റ് ഡെൽറ്റ സെഡ് നോട്ട് ഇൻസ് ടു 0 ഈ വാല്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഈ വാല്യൂ ആണെന്ന് കിട്ടിയത്. അതായത് എം പ്ലസ് വണ്ണിനും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ട്രൂ ആണ്. സോ ഇൻ ജനറൽ അത് ഏതൊരു എൻ എടുത്തു കഴിഞ്ഞാലും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ട്രൂ ആണെന്ന് നമുക്ക് പറയാം. Remark, when written in the form integral over c f of z by z minus z naught raised to n plus 1 dz 2 pi I by n factorial into f raised to nth derivative z naught അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ ഇൻ്റഗ്രൽ എന്നെ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടും. ആൻഡ് ദി above formula can be used to evaluate certain integrals when f is analytic inside and on a simple closed contour c taken in the positive sense and z naught is any point in the interior to c. സോ ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ എക്സ്റ്റൻഷനാണ് ഡെറിവേറ്റീവ്സ് എൻ ഓർഡർ ഡെറിവേറ്റീവ്സിനുള്ള കേസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി പ്രൂഫ് നോക്കുക. ഈ പ്രൂഫ് അത്ര ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാറില്ല, പ്രോബ്ലംസ് ആണ് ഇതിന് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്.